ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ദുബായിലെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ സെക്കൻഡ് ഡേ നമ്മൾ എവിടെ പോയി എന്നുള്ള വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഹോട്ടലിൽ നിന്നും അൽറിഗ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടുന്ന് ബുർജ് ഖലീഫ മെട്രോ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത്. അവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദുബായ് മോളിലേക്ക് എത്താം. 3-4 കിലോമീറ്ററിന് ഉദ്ദേശിച്ച മെട്രോ സ്റ്റേഷനിൽ നിന്നും മോളിനകത്തേക്കുള്ള എൻട്രൻസ് ആണ് കേട്ടോ. കുറേ നടക്കണമായിരുന്നു. ദുബായ് മോളിൽ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഷോപ്സ് ഉണ്ട്. അതിപ്പം ഡ്രസ്സസ് ആവട്ടെ, ഷൂസ് ആവട്ടെ, ബാഗ്സ് ആവട്ടെ, എന്തും ആയിക്കൊള്ളട്ടെ, എല്ലാ ബ്രാൻഡ്സും നമുക്കിവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. പിന്നെ നമ്മളാകെ വാങ്ങിയിട്ടുള്ളത് മദർ കെയറിൽ നിന്നും കുട്ടികൾക്കുള്ള ഡ്രസ്സസ് വാങ്ങി, അല്ലാതെ മറ്റൊന്നും വാങ്ങിയില്ല. നമ്മൾ മെയിനായിട്ട് വാട്ടർ അക്വേറിയം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ അവിടുന്ന് നമ്മൾ ടിക്കറ്റ്സ് എടുത്തു. ടിക്കറ്റ് ചാർജും അത്യാവശ്യമുണ്ട്. ടിക്കറ്റ്സും നമുക്ക് എനിക്ക് 2 രീതിയിലോ എന്തോ എടുക്കാൻ പറ്റും എന്ന് തോന്നുന്നു. അതിൽ കൂടുതലുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ കയറുന്ന ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഈ തത്തയൊക്കെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഫുൾ അക്വാട്ടിക് ആനിമൽസ്. അതെന്ന് പറഞ്ഞാൽ അണ്ടർ വാട്ടർ അല്ലെങ്കിൽ സീൽ കാണുന്ന എല്ലാം, ഫിഷസ് തൊട്ട് എന്തെല്ലാം നമ്മളവിടെ കാണുന്നുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട്. കോറൽ റീഫ്സ്, പിന്നെ അതേപോലെ ഈവൻ ഒരു ഷാർക്കിൻ്റെ എംബ്രിയോ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതവർ കാണിക്കുന്നുണ്ട്. പെൻഗ്വിൻസ്, അങ്ങനെ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് പറയണ്ട, ഈ വീഡിയോയിൽ ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലെങ്ത്ത് ഒരുപാടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കുറച്ചൊക്കെ ആഡ് ചെയ്യാത്തത്. പിന്നെ അതേപോലെ നൈറ്റ് ക്രീച്ചേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാം തന്നെ ഇതിനകത്തുണ്ട്. അപ്പം എന്തായാലും കുട്ടികൾക്കും വെക്കേഷന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ദുബായിൽ വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എനിക്ക് തോന്നിയത് പെൻഗ്വിൻസ് ആണ് കേട്ടോ. അപ്പോൾ പാറുവിനും ലച്ചുവിനും ആണെങ്കിലും വരുന്ന കുട്ടികളാണെങ്കിലും അതിൻ്റെ അടുത്തൊന്നും പോകുന്നില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ അതിൻ്റെ അടുത്തുനിന്ന് എടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട്സ് ഇവിടുന്ന് വാങ്ങാനും പറ്റും. സോ നമുക്ക് പെൻഗ്വിൻസിൻ്റെ ഒക്കെ ഏരിയയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കടന്നിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുമ്പം താഴേക്ക് ഒരു എൻട്രൻസ് ഉണ്ട്. സ്റ്റെയർസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നമുക്ക് ഫിഷ് ഫുഡ് കൊടുക്കാൻ പറ്റും. അതേപോലെ ഈ വാട്ടറിൽ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്ത് ഫിഷസിനെയൊക്കെ കാണാൻ പറ്റും. ഒരു ഓപ്പൺ ബോട്ട് പോലത്തെ സംഭവമുണ്ട്. അപ്പോൾ അതും പറ്റും. പിന്നെ ഇവിടാണ് ഈ എംബ്രിയോ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്ന ഒരു ഏരിയ ആണ് ഇത്. ഇതാണ് നമ്മുടെ പെൻഗ്വിൻ്റെ ഏരിയ. ഇതിനകത്ത് നമ്മൾ ചെന്നപ്പോഴാണ് ആ ഒരു പെൻഗ്വിൻ എണീറ്റത്. ഇതാണെങ്കിൽ കുറേ നേരം കൊണ്ട് കേട്ടോ, അരമണിക്കൂറിൽ കൂടുതലായിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് നിൽക്കുവാണ്. വരുന്നവരെല്ലാം ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളും വീഡിയോ ഒക്കെ എടുത്തു. പാറുവിനും ലച്ചുവിനും ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നമ്മളത് ടി വിയിലും ഫോട്ടോസിലും ഒക്കെ അല്ലേ കുട്ടികളെ കാണിച്ചിട്ടുള്ളൂ. ഈവൻ ഞാനും ഇപ്പോൾ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പെൻഗ്വിനെ കാണുന്നത്. കഴിഞ്ഞ വട്ടം വന്നപ്പം പെൻഗ്വിനെ കണ്ടില്ല. ഉണ്ടായിരുന്നോ അതിന് ഞാൻ ആ ഏരിയയിലോട്ട് പോകാഞ്ഞാണോ അതെനിക്ക് അറിയത്തില്ല. അന്നൊരു പാക്കേജ് പോലല്ലേ വന്നത്, അപ്പം അത്ര എനിക്ക് ഓർമ്മയില്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഷാർക്കിൻ്റെ ഒരു എഗ്ഗിനെ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ, അതിൻ്റെ എംബ്രിയോ ഡെവലപ്മെൻറ്റ്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കോറൽ റീഫിൻ്റെ ഒക്കെ കാണിച്ചിട്ട് കുറേ ഫിഷസ്, അപ്പോൾ അതായത് അണ്ടർ വാട്ടറിൽ എങ്ങനെയാണോ ആ ഒരു വരുന്നത്. പിന്നെ അതേ നമ്മുടെ മെയിൻ ആളിവിടെ ഉണ്ട്. മുതലയുണ്ട്, 2 എണ്ണം ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞങ്ങൾ ചെന്നപ്പോൾ ഉറങ്ങുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ അത് അനങ്ങാൻ തുടങ്ങി. അതേപോലെ എനിക്ക് ഈ മുതലയുടെ അറിയാത്തൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. മുതൽ ഈ വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഇങ്ങനെ മുകൾ ഭാഗത്തു നിന്ന്, തലയുടെ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ വെള്ളം പോവും. ഞാനത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. എനിക്ക് അങ്ങനെ ഒരു സംഭവം മുതലയ്ക്കുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. ഇത് കണ്ടോ, ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ലച്ചുവിന് ഭയങ്കര പേടിയായിരുന്നു ഫോട്ടോ എടുക്കാൻ. പാറുവിന് ഒരു വിധത്തിലിരുത്തി ഫോട്ടോ എടുത്തു അവിടെ. അതൊരു ജസ്റ്റ് ഒരു സ്റ്റാച്ചു ആണ്. പിന്നെ മുകളിലായിട്ട് നൈറ്റ് ക്രീച്ചേഴ്സ് ഉണ്ട്. അവിടെ ഈവൻ സ്നേക്കും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ സ്ലോത്തും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. എന്തായാലും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി നമ്മളിവിടുന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പം അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഡ്രാഗൺ മാർട്ടിലാണ് പോകുന്നത്. ഡ്രാഗൺ മാർട്ടിൽ അത്യാവശ്യം കോസ്റ്റ് കുറവായിട്ട് നമുക്ക് സംഭവങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. നമ്മൾ ഒരുപാട് ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ല, കാരണം ബഹറിലും ഈ സെയിം ഡ്രാഗൺ മാളുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പോയി അറിയാം എന്തൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളത്. ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാ സാധനങ്ങളും കിട്ടും. വലിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നാട്ടിലേക്ക് തന്നെ കൊറിയർ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഒന്നും വാങ്ങാത്തതെന്ന് പറഞ്ഞാൽ നമുക്കിതും കൊണ്ട് ഇനി ബഹറിലേക്ക് ട്രാവൽ ചെയ്യണ്ടല്ലോ, അവിടെ പോയി നോക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ്. അപ്പോൾ വീട്ടിൽ റിനോവേഷൻ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ അവിടത്തേക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനിരിക്കുകയാണ്. വിഷ്ണു ആണെങ്കിലും നമ്മളിവിടെ പോയി കുറേ കണ്ടു. ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്കിവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അതേപോലെ ഡെക്കോർ ഐറ്റംസും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ കുട്ടികളുടെ
ക്ലോത്തിങ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഇടണമെങ്കിൽ വീട്ടിലല്ല പുറത്തിട്ടിട്ടൊക്കെ നമുക്ക് വീട്ടിലും ഇടാം. അപ്പോൾ അങ്ങനെയുള്ള നൈറ്റ് സ്യൂട്ട്സ് ലേഡീസിനുള്ളതാണെങ്കിലും സൈക്കിൾസ് കാര്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കിട്ടും. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് പുതിയ മാർട്ടാണ്, ഡ്രാഗൺ മാർട്ട് 2 ആണ്. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ മാത്രമേ ഷോപ്സ് വന്നിട്ടുള്ളൂ. ഇതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഡ്രാഗൺ മാർട്ട് 1 ഉണ്ട്, അത് പഴയ ഷോപ്പ്, അവിടെ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. ഇത് ഡ്രാഗൺ മാർട്ട് 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നും ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഒത്തിരി ലെങ്തി ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഡേ 2 ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. പിന്നെ എൻ്റെ സൗണ്ട് ഒക്കെ ഇങ്ങനെ അടഞ്ഞു തുടങ്ങി, കാരണം ഇവിടെ വന്നിപ്പോൾ തണുപ്പൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ശബ്ദത്തിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. ശബ്ദം പോകുന്നതിന് മുമ്പ് മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.